ഹലോ എവറി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ പലരും നീറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ റാങ്ക് മെച്ചപ്പെടുന്നില്ല, റാങ്ക് ഇമ്പ്രൂവ് ആവുന്നില്ല, എനിക്ക് സെയിം റാങ്ക് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ മാർക്സ് ഇമ്പ്രൂവ് ആവുന്നില്ല. ഇതിനുള്ള ഐഡിയൽ റീസൺ എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒപ്പം മേക്ക് ഷുവർ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ നമ്മുടെ ചാനൽ വരുന്നെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നീറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ നിങ്ങളത് നോക്കുന്നുണ്ട്, അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, അതുപോലെ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യണം, അല്ലെങ്കിൽ വൺ ഷോട്ട് റിവിഷൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഞാൻ ഫസ്റ്റ് ഈ റാങ്കിൻ്റെ കേസ് എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറൻ്റ്ലി കിട്ടുന്നത് 400 മാർക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 500 മാർക്സ് ആണ്, മറ്റൊരാൾക്ക് കിട്ടുന്നത് 500 മാർക്സ് ആണ്, മറ്റൊരാൾക്ക് കിട്ടുന്നത് 600 മാർക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സോ നിങ്ങൾ 400 മാർക്ക് കിട്ടുകയാണ്, നിങ്ങളുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് വരുന്നത് റാങ്ക് എന്ന് വരുന്നത് 100 ആണ്. 500 കിട്ടുന്നവർക്ക് വരുന്നത് എന്താണ്, കിട്ടുന്നത് റാങ്ക് എന്ന് പറയുന്നത് സേ 60 ആണ്. 600 കിട്ടുന്ന റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, സേ 40 ആണെന്ന് വിചാരിച്ചോളൂ ഫോർ എക്സാമ്പിൾ. സോ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു, ഞാൻ 3 പേരെ എടുക്കാണ്, എ, ബി ആൻഡ് സി. സോ ഈ 400 കിട്ടുന്ന ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 100 ആണ്. സപ്പോസ് അടുത്ത നെക്സ്റ്റ് എക്സാമിൽ അവർ 400 എന്നുള്ളത് 410 അല്ലെങ്കിൽ 420 മേടിച്ചു എന്ന് വിചാരിച്ചു. ദെൻ എഗെയിൻ അവർക്ക് കിട്ടുന്ന റാങ്ക് ഓൾമോസ്റ്റ് എന്തായിരിക്കും, 100 ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ ഇപ്പം നിങ്ങൾ ഈ 500 മാർക്സ് കിട്ടിയ ആൾക്ക് അവരുടെ മാർക്ക് സേ 515 കൂടി. സോ 500 കിട്ടിയ ആൾക്ക്, കിട്ടിയ സ്റ്റുഡൻറ്റിന് അവരുടെ സ്കോറ് 550 ആയിട്ട് മാറി. പക്ഷേ ഇനീഷ്യലി അവരുടെ റാങ്ക് ഒരു 60 ആണെങ്കിൽ 515 ആയാലും അവരുടെ മാർക്ക് അറൗണ്ട് 60 ആയിരിക്കും. ഇതാണ് നിങ്ങൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. ശരിയല്ലേ? സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇതിനുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളും പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും മാർക്ക് കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ റാങ്കിന് മാറ്റം വരുന്നില്ല. അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന പോലെ എല്ലാവരും പഠിക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും കുറച്ച് സമയം എല്ലാവരുടെ മാർക്കും കൂടും, എല്ലാവരുടെ മാർക്കും കൂടി വരും. പക്ഷെ നമ്മൾ എക്സാമിനോട്ട് അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഗിവ് അപ്പ് ചെയ്യും. ഇതെന്നെ കൊണ്ട് നടക്കില്ല, എനിക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല പറഞ്ഞിട്ട് ഗിവ് അപ്പ് ചെയ്യും. ഈ ഗിവ് അപ്പ് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, ഞാനത് നോക്കുന്നില്ല, ഞാൻ എൻ്റെ കാര്യം, പ്രിപ്പറേഷൻ ഞാൻ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള ആ മൈൻഡ് സെറ്റോടെ പോകുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്സ് പെട്ടെന്ന് അങ്ങോട്ട് കൂടും, നിയർ ദ എക്സാം കൂടും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു നല്ല പെർസെൻറ്റേജ്, എ ഗുഡ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രിപ്പറേഷൻ ഇട്ട് പോയിട്ടുണ്ട്. നിയർ ദ എക്സാം ആകുമ്പോൾ അങ്ങനെ പല തോട്ടും വരുമല്ലോ നമുക്ക്. ഓക്കെ, സോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇപ്പം നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ആവുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ട്രെൻഡാണ് ആക്ച്വലി. നിയർ ദ എക്സാം നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിന് മുമ്പ് നിങ്ങളുടെ റാങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഇതാണ് ഇതുവരെ ഒബ്സേർവ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് റാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് മാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. മാർക്ക് ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മോഡൽ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് കിട്ടും 450. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും 450 അല്ലെങ്കിൽ 460 അല്ലെങ്കിൽ 440 ഇതിന് അറൗണ്ടാണ് മാർക്ക് കിട്ടുന്നത് വിചാരിച്ചുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു 550 കിട്ടുന്നത് എപ്പോഴും. ഓക്കെ, 560 ആവുന്നുണ്ട്, ചില സമയത്ത് 540 ആവുന്നുണ്ട്, 600 എത്തുന്നുമില്ല. സോ ഇങ്ങനെ നിങ്ങളുടെ മാർക്സ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ്, അതിനുള്ള സൊല്യൂഷനാണ് നമ്മളിവിടെ ഇനി പറയുന്നത്. നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉള്ളത്, നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ദെൻ പിന്നെ എന്തുണ്ട്, സുവോളജി ഉണ്ട്. ഈ 4 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി.
ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ബോട്ടണി എടുത്തു. ഫോർ എക്സാമ്പിൾ ഞാൻ ബോട്ടണി എടുത്തു. നമുക്ക് പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ നമുക്ക് നോർമൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്സ് നടത്തുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അസേർഷൻ റീസണിൽ കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ ആ സ്പെസിഫിക് പോയിന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. മനസ്സിലായോ? ആ സ്പെസിഫിക് പോയിന്റ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടെങ്കിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ പല സ്റ്റുഡൻസും പറയാറുണ്ട്, എല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ സില്ലി മിസ്റ്റേക്ക്, അതും സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സില്ലി മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെന്ന്. അത് വളരെ അപകടമാണ്. ഓക്കെ, കാരണം എല്ലാവരും വിട്ട് കളയുന്ന ഒരു ക്വസ്റ്റ്യന് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അത് നമ്മുടെ റാങ്കിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ഐഡിയൽ വേ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു കോച്ചിങ് സെൻ്ററിൽ പഠിക്കാമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ചെയ്യുകയാണ്, എന്താണെങ്കിലും നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 60 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ എന്താണെന്ന് എടുത്ത് വിചാരിച്ചുള്ളൂ. ഇപ്പോൾ സപ്പോസ് 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ 60 ക്വസ്റ്റ്യനും ഒരു സിംഗിൾ സ്ട്രെച്ചിൽ നിങ്ങൾ ചെയ്തു തീർക്കുക. വിച്ച് മീൻ ഒരു എക്സാം പോലെ തന്നെ നിങ്ങളത് ചെയ്തു തീർക്കുക. എന്നിട്ട് ഈ 60 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കീ വെച്ച് അനലൈസ് ചെയ്യുക. അല്ലാതെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതിൻ്റെ കീ നമ്മൾ നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, ദെൻ അതിൻ്റെ കീ നോക്കി, അങ്ങനെ ആവരുത്. അതിന് പകരം നിങ്ങൾ സിംഗിൾ സ്ട്രെച്ചിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കീ വെച്ച് അനലൈസ് ചെയ്യുക. എന്നിട്ട് എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നത് നോക്കുക. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ റിയൽ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ്, സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷനിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് എടുക്കണം. അങ്ങനെ നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സില്ലി മിസ്റ്റേക്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് നമ്മൾ കോൺഷ്യസ് ആവണം, ഒപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുക്കണം. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും, അതിലൊരു സംശയമല്ല. ഓക്കെ, സോ നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത് മനസ്സിലാക്കുക. ചില സ്റ്റുഡൻസിനുണ്ട്, അവർ ഡിഫിക്കൽട്ടായ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, പക്ഷേ എന്ത് ചെയ്യില്ല, NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. NCERT ട്വിസ്റ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ചോദിക്കുമല്ലോ, വലിയ ലോജിക്കൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ്. സോ ഇത്തരത്തിലുള്ളതാണ് നിങ്ങൾ NCERT വായിക്കണം. അപ്പം ഞാൻ NCERT വായിക്കണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തല മുതൽ മറ്റൊരു തല വരെ വായിക്കാൻ നിൽക്കരുത്, അതിനുള്ള ടൈം നമുക്കില്ല. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആകാശ് എടുക്കുകയാണെങ്കിൽ, ആകാശിൽ നോ യുവർ NCERT എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ അവരുടെ നോ യുവർ NCERT എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിൽ അവരുടെ ഫസ്റ്റ് സെക്ഷനായിട്ട് വരുന്നത് എന്താണ്, ഒരു ഇതാണ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് പ്യൂർലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ലൈൻ വെച്ച് നമ്മളത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ NCERT ബേസ് നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ പ്യുവർ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. ഐ വിൽ സജസ്റ്റ്, നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ആകാശിൻ്റെ നോ യുവർ NCERT വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുമല്ലോ. അപ്പോൾ ആ മിസ്റ്റേക്ക് വരുത്തുന്ന ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് ആ ഏരിയ വരുന്ന ടോപ്പിക്ക് മാത്രം പോയി നിങ്ങൾ വായിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു തല മുതൽ മറ്റൊരു തല വരെ വായിക്കാൻ നിൽക്കരുത്, അത് പാസീവ് ലേണിംഗാണ്. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണോ മിസ്റ്റേക്ക് വരുത്തിയത് അവിടെ മാത്രം പോയി വായിക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ നമ്മുടെ ഡെവലപ്പ് ചെയ്യാത്ത ഏരിയ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെവലപ്ഡ് ആയി വരും. ഓക്കെ, സോ ഇതാണ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, സോ ഇത്തരത്തിൽ നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജി, കുറച്ച് സ്മാർട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാർക്സിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നിങ്ങൾ ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് എനിക്കൊരു എക്സ്റ്റേണലായിട്ട് എനിക്കൊരു സപ്പോർട്ട് കിട്ടുകയാണ്, ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇത് ഒന്നുകൂടി ബെറ്ററായി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഗ്രൂപ്പിൽ ചേരണം.
ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലാണ് പോലും നിങ്ങളുടെ ഒരു മെസ്സേജ് ഇട്ടാൽ നമുക്കൊരു മെൻറ്ററിങ് പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് എന്താ വീക്കിലി നമുക്ക് 1-to-1 ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് മെൻറ്ററിങ് പോലെ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ നിങ്ങളുടെ എന്തൊക്കെയാണ് കൺസേൺ അത് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് സംഭവങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, എവറിത്തിങ് ഈസ് പോസിബിൾ. പക്ഷെ നിങ്ങൾ മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അതിനുള്ള ഒരു നീഡ് അറിയിക്കണം. സോ അങ്ങനെ അറിയിക്കാനും ഡെഫിനറ്റ്ലി നമ്മളത് പ്ലാൻ ചെയ്തിരിക്കും, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, സോ ആൻഡ് വിൽ ബി വെരി ഹാപ്പി ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വരുന്ന ടെസ്റ്റ് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളത് നോക്കുക. നിങ്ങൾ 1-2-3 ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ ഡെഫിനറ്റ്ലി നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, സോ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കൺസേൺ ഉണ്ടോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെ ഡെഫിനറ്റ്ലി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.